ശ്രീ കെ അനിൽകുമാർ, എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയം? നിങ്ങളൊരു ചാനൽ നടത്തുമ്പോൾ ഒരു കെട്ടുകഥ പറയാൻ വേണ്ടി ഇങ്ങനൊരു ചർച്ചയിൽ ഇൻട്രോ പറയരുത്. PV ആൻഡ് കമ്പനി, അത് എവിടുന്ന് കിട്ടിയ പേരാ? എനിക്ക് തീരെ മനസ്സിലായില്ല. വേണുവിന് എവിടുന്ന് കിട്ടിയ പേരാന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. അല്ല, നിങ്ങളിത് കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളിത് കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യുന്നില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ ബാനറാണ്, പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യമാണ്. ഞാനൊന്ന് പറയട്ടെ. PV ആൻഡ് കമ്പനി അത് വേണു ഏറ്റെടുത്തുകൊണ്ടാണല്ലോ വേണു അത് ഛർദ്ദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഏറ്റെടുക്കാത്തതുകൊണ്ട് ഇവിടെ ഛർദ്ദിക്കില്ലല്ലോ. പ്രതിപക്ഷത്തിന്റെ ബാനറാണെന്നല്ലോ പറഞ്ഞത്. നിങ്ങളുടെ ഇൻട്രോ അല്ലേ? ഞാൻ നിങ്ങളുടെ ഇൻട്രോയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന ഇൻട്രോയിൽ സയാമിസ് ഇരട്ടകളുണ്ട്, PV ആൻഡ് കമ്പനിയുണ്ട്. നിങ്ങൾക്ക് തിരിച്ചൊന്നും തോന്നുന്നില്ല. ഞാൻ തിരിച്ചൊന്നും ചോദിക്കാം. എന്താ തിരിച്ചു ചോദിക്കേണ്ടത്? ഈ ബാനർ പിടിച്ച വിദ്വാൻമാരാരാണ്? ബാനർ പിടിച്ച വിദ്വാൻമാര് കരിമണൽ കമ്പനിയിൽ നിന്നും കോടികൾ കടത്തിക്കൊണ്ടുപോയി, കരിമണൽ കടത്തിയ പോലെ കോടികൾ കള്ളപ്പണം കടത്തി എന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള നിർമ്മലാ സീതാരാമന്റെ കീഴിലുള്ള ഇന്റർവ്യൂ സെറ്റിൽമെന്റ് എഴുതി വെച്ചിരിക്കുന്ന വീരന്മാരാണ്. ഞങ്ങൾ ആ പൈസ കിട്ടി എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആ കാശ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഈ കള്ളപ്പണം പിരിക്കാൻ ഏൽപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണ്, കള്ളപ്പണം പിരിക്കാൻ ഏൽപ്പിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അവർ നന്നായിട്ട് ആ കള്ളപ്പണം കരിമണ കമ്പനിയിൽ നിന്ന് ചുമന്നുകൊണ്ട് ഞങ്ങളുടെ ആഫീസിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട VD സതീശൻ എന്ന് പറഞ്ഞു. ഇത്രയും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ ഒരു വിശുദ്ധ പുസ്തകം പോലെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങ് പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത് സഭയിൽ പറഞ്ഞുകൂടാ? നാടൊട്ടുക്ക് കേൾക്കണ്ടേ? നിയമസഭ എന്ന് പറയുന്നത് ചാനൽ ചർച്ചാ മുറിയല്ലല്ലോ, അതൊരു പൊതുസ്വത്തല്ലേ. അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നത്. അതാണ് പ്രശ്നം. അതിനാണ് ഉത്തരം പറയുന്നത്. ദയവായി കേൾക്കൂ സാർ. ദയവായി ഒന്ന് കേൾക്കൂ സാർ. അപ്പോ ബഹുമാനപ്പെട്ട വേണുവിന് ചോദിക്കാം. എന്താ ചോദിക്കാം? ഉമ്മൻചാണ്ടി ആൻഡ് കമ്പനി കൊണ്ടുവന്ന പണം കിട്ടിയോ KPCC ആഫീസിൽ? KPCC അക്കൗണ്ടിൽ അതുണ്ടോ? ചില്ലറക്കാശല്ല കേട്ടോ, കോടികളാണേ. ഏതാണ്ടൊരു 140-150 കോടിയുടെ പരിപാടിയാണത് പറയണത്. പിന്നെ മാധ്യമങ്ങൾക്ക് ഒരു 18.5 കോടി രൂപ, അതിൽ 24 കിട്ടിയോ? കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളിൽ എത്ര എണ്ണത്തിന് കിട്ടി? BJPയുടെ ഒരു പത്രത്തിന് കിട്ടിയിട്ടുണ്ട്, ജന്മഭൂമിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ നന്ദി അവർ കാണിച്ചതിന് BJPയുടെ ആ പത്രം നടത്തിക്കൊണ്ടിരുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ നാട്ടിലുണ്ട്. BJPക്കാർ കാശ് കിട്ടിയതാ. പിന്നെ കാശ് കിട്ടിയ ഒരു കൂട്ടരാരാണ്? രമേശ് ചെന്നിത്തല. അപ്പൊ നമുക്ക് എന്ത് വേണം? നിങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം കോൺഗ്രസിന്റെ ഈ കാലഘട്ടത്തിൽ 2013 മുതലുള്ള കോൺഗ്രസിന്റെ അക്കൗണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതിൽ ഈ കാശുണ്ടോ? കാശിലെ അഴിമതിക്കാരായ നേതാക്കന്മാർ വീട്ടിൽ കൊണ്ടുപോയി. നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഞങ്ങൾ ആ കടലാസ പിടിക്കുന്നില്ല. അതിനാ കാരണം എന്താണ്? ഇവിടെ ചർച്ച ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ കടലാസ പിടിക്കുന്നില്ല. പിടിക്കാത്തതിന് കാരണം കൃത്യമായിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, ഒന്നാമത്തെ കാര്യം, ഈ പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ ഇവിടെ ശബ്ദം കേൾപ്പിച്ചല്ലോ നിങ്ങൾ. ആ ശബ്ദം കേൾപ്പിച്ചതിൽ ഒരു കാര്യം പറയുകയാണ്, അധികാരം ദുരുപയോഗം ചെയ്തു. ഞാൻ ഇന്ന് വേണുവിനൊരു പൊന്മോതിരം ഇട്ട് തരാം, സ്വർണം കൊണ്ടൊരു മോതിരം ഉണ്ടാക്കിയിട്ട് തരാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് തെളിവ് ഹാജരാക്കണം. എന്താണെന്നറിയോ? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി 7.5 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അധികാരം ദുർവിനിയോഗം ചെയ്തതിനോട് തെളിവ്. കരിമണൽ കമ്പനിക്ക് മാത്രം വേണ്ടെന്ന്. ഇതൊക്കെ വിശദീകരിച്ചോളൂ, അതിന് ജ്യോതി മറുപടിയും പറയട്ടെ. പക്ഷെ പ്രാഥമികമായി ജനാധിപത്യ കേരളം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. അതിനാദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചോളൂ. നിയമസഭയിൽ അല്ല, ഒരു സെക്കൻഡ്. ജ്യോതികുമാർ ചാമക്കാലയോടും പ്രതിപക്ഷ നേതാവിനോടുമൊക്കെ ഒരു പിടി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിയമസഭയിൽ അത് സാധ്യമാകുന്നില്ല? ഞാൻ പറയട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അധികാരമുള്ള ഒരു കേന്ദ്രങ്ങളിലും നിങ്ങൾ പ്രതിപക്ഷ ശബ്ദം അനുവദിക്കില്ല. അത് തന്നെയാണ് അതിന്റെ സന്ദേശം. അതിവിടെ നടക്കില്ല ശ്രീ അനിൽകുമാർ. അല്ല, അത് നിങ്ങൾ വിധിക്കാതെ വേണു. ഇന്ന് കേരളം കണ്ടതല്ലേ അത്? ഇന്ന് കേരളം കണ്ട കാര്യമല്ലേ അത്? ഞാൻ പറയട്ടെ ഒരു സ്വർണ്ണമോതിരം തന്നേക്കാം. ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയും മിസ്റ്റർ വേണു. പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം നിങ്ങൾ കേൾപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാചകം ഞാൻ പറയാം. അതായത് അധികാരം ദുർവിനിയോഗം ചെയ്തു പിണറായി വിജയൻ.
ഞാൻ ഈ ചർച്ചയിൽ നിങ്ങൾ പറയുന്നതിന് എന്തിനും കീഴടങ്ങാം. തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ അല്ല, ചർച്ചയിൽ ചോദ്യം നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നതിന് മറുപടി കീഴടങ്ങാം. ഉണ്ടെങ്കിലും വേണുവിന് കീഴടങ്ങാം. അല്ല, ഒറ്റ എനിക്ക് condition രണ്ട് ഉള്ളൂ. കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അങ്ങയോട് അല്ലല്ല, വഴങ്ങാത്ത ഇതിന് ചോദ്യം. ഉത്തരം രണ്ട്, പറയൂ. അങ്ങയുടെ മിസ്റ്റർ ചോദ്യത്തിന് ഉത്തരം വഴങ്ങിയുള്ള പറയട്ടെ. എന്റെ എന്റെ മറു വാദം ചോദ്യം. പറയട്ടെ. ആദ്യത്തെ കാര്യം ഞാൻ എന്റെ ആവർത്തിക്കുന്നു, വാദം പറയട്ടെ. നിയമസഭയിൽ എന്തുകൊണ്ട് എന്റെ പ്രതിപക്ഷത്തിന്റെ വാദം പറയട്ടെ. ജനാധിപത്യാവകാശം ഞാൻ വാദം പറയട്ടെ. അവരിലൂടെ പൊതുവായി കേരള സമൂഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ നിരാകരിക്കുന്നു. ഇനി പൊന്മോതിര ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ ഉത്തരം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ സംവിധാനത്തിന്റെ പരിശോധനാ സംവിധാനത്തിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കളങ്കിത മുദ്രയോടുകൂടി പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? ദയവായി കേൾക്കൂ. ഇനി കേൾക്കണേ, സമാധാനമായിട്ട് കേട്ടോണേ. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരാ കിടക്കുന്നതിൻ്റെ അകത്ത്. ഈ റിപ്പോർട്ടിൽ കിടക്കുന്നത് 2013 കാര്യമാണ്. ആ 2013 ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, LDF അല്ലെന്ന് മുഖ്യമന്ത്രി. അന്നത്തെ പോലുള്ള കേസാണ് കിടക്കുന്നത്. ഞങ്ങളുടെ പോയിന്റ് എന്താണ്? മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ പേര് അവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ പറയണ പോയിന്റ് ഇത്രേ ഉള്ളൂ, സിമ്പിൾ തിങ് ആണ്. ഇത് കേരളത്തിൽ BJP-ക്കാരുണ്ടാക്കി വെച്ച ഒരു സാധനമാണ്. ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ കടലാസ് എന്ന് പറയുന്നത് കീറക്കടലാസാണ്. രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരായി ഉപയോഗിക്കാൻ ഒരു കീറക്കടലാസ്. ആ കീറക്കടലാസിന് കീറിക്കളയാനുള്ള വില പോലും ഇല്ല. അതിനെന്താ കാരണം? എന്താണ്? അത് വെച്ചൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത്, കുരയ്ക്കാൻ പറ്റുന്ന കുറെ പട്ടിയുണ്ടെങ്കിൽ ആ പട്ടികളെ അഴിച്ചുവിടാൻ ഞങ്ങൾക്കെതിരെ. പക്ഷെ ഏത് പട്ടി ഞങ്ങൾക്കെതിരെ കുരയ്ക്കാൻ വന്നാലും ഞങ്ങളേത് ബാധിക്കാത്തതിന് കാരണം ഞങ്ങൾക്കതുമായിട്ട് ബന്ധമില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് 150 കോടി രൂപയുടെ ക്രമക്കേട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച്, ചെന്നിത്തലയെക്കുറിച്ച്, മാധ്യമങ്ങളെക്കുറിച്ച്, അമ്പലങ്ങളെക്കുറിച്ച്, ആരാധനാലയങ്ങളെക്കുറിച്ച് ഒരു കടലാസിൽ BJP-ക്കാർ എഴുതി വെച്ചു. നിർമ്മല സീതാരാമന്റെ ബാല്യക്കാർ എഴുതി വെച്ചു. അതിന്റെ ഇങ്ങേയറ്റത്ത് പിണറായി വിജയന്റെ മകളുടെ പേരും ഒരു കമ്പനിയുടെ പേരും എഴുതി വെച്ചു. വെച്ചോട്ടെ, ഞങ്ങളെ സ്വർണ്ണക്കള്ളക്കടത്ത് പറഞ്ഞ് അപമാനിച്ചല്ലോ, ബിരിയാണി ചെമ്പ് പറഞ്ഞ് അപമാനിച്ചല്ലോ, കുറെ അപമാനങ്ങൾ ഞങ്ങൾ കേട്ടല്ലോ. കോടിയേരിയുടെ മകനെ 1 കൊല്ലം ജയിലിൽ കൊണ്ടിട്ടല്ലോ. ഇന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നല്ലോ, വേണു ഞെട്ടിയില്ലല്ലോ. അപ്പൊ എന്താണ്? ഇതൊക്കെ ഞങ്ങൾ പതിവാണ്, ഞങ്ങൾ കേൾക്കുന്ന പതിവാണ്. തിരിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം തരണം. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ വൈദ്യുതി മന്ത്രിയായിരുന്നയാളിന്റെ കേമത്തരങ്ങളെല്ലാം പറയുന്ന CAG റിപ്പോർട്ടും ഇതേ സഭ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ല, ഒരു സെക്കൻഡ്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇവിടെ എന്തോ ഒരു കീറക്കടലാസ്, കുരയ്ക്കുന്ന പട്ടി എന്നൊക്കെ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനുള്ള മറുപടി അല്ലല്ല ശ്രീകുമാർ, അങ്ങനെയല്ല. അല്ലല്ല, സ്പീക്കർ ചമയരുത്, ട്രഷറി ബെഞ്ച് ചമയരുത്. ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. അല്ലല്ല, ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ടെന്ന്. എന്നിട്ട് വരാം. എല്ലാ ഉത്തരവും ആദ്യം ഒന്ന് പറഞ്ഞ് തീർക്കണ്ടെന്നേ. ശ്രീ ജ്യോതികുമാർ ചമക്കാല, മറുപടി.